ഷെജറ സുഹാബി സുഹാബി സുപ്രഭാതം പത്രേ ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു പത്രധർമ്മം എന്നുള്ള നിലക്ക് എഴുതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അറിയാം, ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പറയാം, അത് സമസ്തൻ്റെ നിലപാടല്ല, അത് കുറച്ച് ഷെജറാൾ. അപ്പോൾ എന്താ ഈ ഷെജറ എന്നുള്ളതാണ്. അപ്പോൾ ഷെജറ എന്ന് പറഞ്ഞാൽ സമസ്തയിലുള്ളതും സുഹാബി എന്ന് പറയുന്ന ലീഗുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. എന്ത് കൗമൻ്റെ കൗമങ്ങൾ ഇത്ര ആദപ്പതിച്ചല്ലോ. ഒരു പത്രം അതിൻ്റെ പത്രധർമ്മത്തിലൂടെ നിന്ന് പൊതുസമൂഹത്തിനോട് ചെങ്ങന്മാരെ, അത് ആര് നടത്തിയാലും, അത് AP നടത്തിയാലും VK നടത്തിയാലും അതൊരു അതോറിറ്റി നടത്തുന്നു എന്നല്ലാതെ പത്രത്തിൻ്റെ ധർമ്മം എന്താ? പൊതുസമൂഹത്തിൽ പച്ചക്ക് യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയാം. ഭരണഘടനയുടെ 4ാം തൂണായി വർത്തിക്കേണ്ട പത്രം. നിങ്ങളൊരു കാര്യം ചെയ്യും, സമസ്തൻ്റെ നോട്ടീസ് ഇതിപ്പോൾ നിങ്ങൾ മാത്രമേ വായിക്കണുള്ളൂ എഴുതിക്കണോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നോട്ടീസ് അടിച്ചാൽ പോരെ. എന്നിട്ട് അവിടെ വന്നിട്ട് പറയാം അത് ഷജറാണ്, അതിൽ സമസ്തക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ വക്താക്കളായി നിന്ന് എഴുതി എന്നല്ല ഇവിടെ പറഞ്ഞത്. ആ എഴുത്ത്, ആ കോലത്തിൽ എഴുതിയ ആർജവത്തെ, പത്രധർമ്മത്തെ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. പിന്നെ നിങ്ങൾക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ അതിന് നിങ്ങൾ ആരെ താങ്ങി നിന്നാലും സംഘപരിവാര അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന് പച്ചക്ക് പറഞ്ഞ് ഒളിച്ചു കളിയല്ലട്ടോ നിലപാട് PM ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ് എഴുതാൻ കാണിച്ച ആർജവത്തെ തുറന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് കാണിക്കേണ്ടത് തന്നെയാണ്. ആ ആർജവം വളരെ പത്രധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്നിട്ട് അവിടെ വന്നിട്ട് അത് ഷെജറ, ഇത് സുഹാബി മറ്റോല് കുറച്ചൊക്കെ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വേണ്ടേ. ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പല ജാതി ആൾക്കാരില്ലേ, പത്രം നിങ്ങൾ മാത്രമൊന്നല്ലല്ലോ വായിക്കുക, എല്ലാവരും വായിക്കൂലേ. ആ നിലക്ക് നിലപാട് പറയാൻ ആർജവം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ സംഭവമാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ക്ലാസ് എടുക്കണ ഒരു വണ്ടി വിട്ടോളി നിങ്ങൾ. അത് നിങ്ങളിപ്പോൾ ഇന്ന ഷെജറയാക്കിയാലും പാടില്ല, സുഹാബി ആക്കിയാലും പാടില്ല. ഇനി നമുക്ക് ദീനെന്ന് അങ്ങനെയാണല്ലോ, നിങ്ങളാണല്ലോ ദീനെന്ന് പുറത്താക്കലും ഔത്താക്കലും ഒക്കെ നിങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ആക്കിയാലും പ്രശ്നമല്ല. പക്ഷേ ഈ തുറന്നെഴുത്ത് ആരെഴുതിയാലും, അത് സുപ്രഭാതം സിറാജ് എഴുതിയാലും പിന്നെ മാധ്യമം എഴുതിയാലും ഒക്കെ അതൊരു നിലപാടാണ്. അത് ഏത് ഭരണം വന്നാലും ഭരണത്തിൻ്റെ പോരായ്മകളെ തുറന്നു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പത്രധർമ്മമാണ്. അത് കുറേ സജറേറ്റ് സുഹാബി എല്ലാത്തിനും ഏട്ടങ്ങേറ്. ഏതായാലും അത് തുറന്നെഴുതിയ സുപ്രഭാതത്തെ അഭിനന്ദിക്കുന്നതിന് ഒരു ശതമാനം പോലും അമാന്തല്ല. അങ്ങേയറ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് പറയേണ്ടത് തന്നെ. അത് നിങ്ങൾ ഷെജറയാക്കിയാലും പാടില്ല, ഗുജറയാക്കിയാലും പാടില്ല, ഹിജറയാക്കിയാലും പാടില്ല. എന്താ ഞങ്ങൾ കാട്ടിപ്പോയി? നിങ്ങൾക്ക് അതിനെ കഴിയുള്ളൂ. അത്ര അതപ്പതിച്ച് നിങ്ങളൊക്കെ അത്രയും കുടുസായ സങ്കുചിതമായ ചിന്താഗതിയിലൂടെ നിങ്ങളൊക്കെ, രാഷ്ട്രീയ ചിന്താഗതിയിലൂടെ നിങ്ങളൊക്കെ പോണത്. അത് മനസ്സിലാക്കിയാൽ മതി.